നമസ്കാരം. പ്ലീസ് 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 ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. പ്രണയ പരവശനായി ഈ പറയുന്ന ഗബ്രി ജാസ്മിനോട് പറഞ്ഞ വരികളിലോട് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ പറയുന്നുണ്ട്, നമ്മുടെ ഗബ്രി പറയുന്നുണ്ട്, യു ഹാവ് നോ ഐഡിയ ഹൗ മച്ച് ഐ ലവ് യു. നിനക്ക് ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് ഒരു ഐഡിയയും ഇല്ല. അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ജാസ്മിന്റെ അടുത്ത് ഈ പറയുന്ന ഗബ്രി പാതിരാത്രി 3 മണിക്ക് പറയുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ പറയണ കേക്ക് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിന്റെ ബേക്കില് സാരിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ഗബ്രിയാണ് നമ്മൾ കാണുന്നത്. ഐ ആം സോറി ജാസ്മിൻ എന്ന് പറയുന്നുണ്ട്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് പറയുന്നത്, യു ഹാവ് നോ ഐഡിയ ഹൗ മച്ച് ഐ ലവ് യു. ഇതിനപ്പുറം എന്ത് വേണം? തന്റെ പ്രണയം ഇതിനപ്പുറം ഏത് വരികളിലൂടെ ആണ് ഗബ്രി അറിയിക്കാനുള്ളത്, അല്ലെങ്കിൽ ജാസ്മിനോട് പറയാനുള്ളത്? അങ്ങനെ പിന്നെ ഗബ്രി തന്റെ പ്രണയം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജാസ്മിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഏറ്റവും വലിയ രസം, നമ്മൾ ലൈവ് കണ്ടപ്പോ, ഇത് ഇന്നലെ രാത്രി കിടന്ന ലൈവാണ് കേട്ടോ, ഇത് ലൈവ് കണ്ടപ്പോ ഇവർ പറയുന്നതൊന്നും പലതും കേൾക്കുവാൻ, അല്ലെങ്കിൽ എന്താണ് പറയുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഞാൻ എഴുതി കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് മലയാളത്തില് ബിഗ് ബോസ് എഴുതി കാണിച്ചു തന്നിട്ടുണ്ട് ഈ പറയുന്നതെല്ലാം. ഇത് നിനക്ക് സില്ലി ആയിരിക്കാം. ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ഇന്റർഫൈ ഇൻ ലൈഫ്. മനസ്സിലായി? ഇത് നിനക്ക് സില്ലി ആയിരിക്കാം. എന്റെ ലൈഫിൽ പീപ്പിൾ ഇന്റർഫൈ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഈ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ. ജാസ്മിൻ അപ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട്, എന്തിനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ വീണ്ടും പിന്നീട് അതിന് മറുപടിയായിട്ട് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട്, ഹൗ മച്ച് ഐ ലവ് യു എന്ന് നിനക്ക് ഇപ്പോഴും അറിയാം. ഹൗ മച്ച് ഐ ലവ് യു എന്നിങ്ങനെ പറയുന്നുണ്ട് അവൻ വീണ്ടും. ഇറ്റ്സ് നോട്ട് റൊമാൻറ്റിക്, ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. ഇതൊരു റൊമാൻറ്റിക് ഒന്നും അല്ല, ഇത് അതിനേക്കാളും അപ്പുറമാണ് എന്ന് ആര് പറയുന്നുണ്ട്? നമ്മുടെ ഗബ്രി പറയുന്നുണ്ട്. ഉറങ്ങ് മക്കളെ, ഉറങ്ങ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മയും കൊടുത്തു പോകുന്ന ഗബ്രിയാണ് കാണുന്നത്. ഇതിനപ്പുറം പ്രേമ പരവശനായി പറയാൻ വേറെ വാക്കുകളിൽ. അത്രമാത്രം ഈ പറയുന്ന ഗബ്രി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊക്കെ കേട്ട് കർത്താവെ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ ജാസ്മിൻ തരിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അതും തിരിച്ചും ഞാനും അങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു ഗഡ്സ് ഇതുവരെക്കായിട്ടും ജാസ്മിൻ ഉണ്ടായിട്ടില്ല. അതാ പക്ഷേ ഞാനും അങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ പറഞ്ഞു കൂട്ടിയതെല്ലാം കള്ളങ്ങളായിരുന്നു എന്ന് അവിടെയുള്ള വീട്ടുകാർ ഉൾപ്പെടെ മനസ്സിലാക്കുകയും, വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരും, സ്വന്തം വാപ്പയും, സ്വന്തം കാമുകനും, സ്വന്തം കെട്ടാൻ പോകുന്നവരെല്ലാവരും, ഇനി എത്രയൊക്കെ ഉണ്ടോ അവരെല്ലാവരും തന്നെ പഴിക്കും. ഇതൊരു ഫ്രണ്ട്ഷിപ്പാണ് എന്ന വ്യാജേന എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് ഈ സീസൺ കഴിയുന്നത് വരെ അങ്ങനെ പോകാമെന്ന് ജാസ്മിൻ പിന്നീട് എന്ത് ചെയ്തു കരുതി. പക്ഷെ അതിനൊന്നും നിന്നു കൊടുക്കാതെ സ്വന്തം മേലുള്ള കൺട്രോൾ വിട്ടാണ് ഈ പറയുന്ന ഗബ്രി വന്ന് തന്റെ പ്രണയം ജാസ്മിനോട് പറയുന്നത്. ഇതിലപ്പുറം ഒന്നും ഇനി പറയാനില്ല. യു ഡോണ്ട് നോ ഹൗ മച്ച് ഐ ലവ് യു എന്ന് പറയുമ്പോ അതിൽ തന്നെ എല്ലാം ഉണ്ട്. തന്റെ ഫിയാൻസിയായ ഓസ്ട്രേലിയയിൽ പാവം ഒരു പെൺകുട്ടി എന്താണ് തന്റെ കളികളും കണ്ട് അതായത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ പറയുന്ന ബിഗ് ബോസിൽ തന്റെ ഗെയിം കണ്ട് ആഹ്ലാദിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ മുന്നിലേക്കാണ് നീ ഈ നട്ടപ്പാതിരായിക്ക് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്, യു ഡോണ്ട് നോ ഹൗ മച്ച് ഐ ലവ് യു. മനസ്സിലായോ? ഇത് ഇറ്റ്സ് നോട്ട് എ ഫ്രണ്ട്ഷിപ്പ്, ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. ഇറ്റ്സ് നോട്ട് റൊമാൻറ്റിക്, ഇറ്റ്സ് മോർ ദാൻ ദാറ്റ് എന്ന് പറയുന്നു. ഇതൊക്കെ ചെയ്തതിന് ശേഷവും ജാസ്മിൻ ഇന്ന് രാവിലെ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയത്? നിനക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? നിനക്ക് എന്താണ് പറയാനുള്ളത്? പറ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അറിഞ്ഞുകൂടാത്ത പാവം കുഞ്ഞിനെ പോലെ, പാവം കൊച്ചിനെ പോലെ ജാസ്മിൻ ഇപ്പോഴും ഗബ്രിയുടെ നേരെ നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് പറ്റിയത്? നിനക്ക് എന്ത് കുട്ടാ സംഭവിച്ചു? പറ കുട്ടാ, എനിക്ക് മനസ്സിലായില്ല. കാരണം അവൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഉമ്മ കൊടുക്കുന്നത് മനസ്സിലാകുന്നില്ല, കടിക്കുന്നത് മനസ്സിലാകുന്നില്ല, കയ്യിൽ തടവുന്നത് മനസ്സിലാകുന്നില്ല, ഐ ലവ് യു എന്ന് പറയണ മനസ്സിലാകുന്നില്ല, ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് നോട്ട് റൊമാൻറ്റിക്, ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. റൊമാൻറ്റിനേക്കാളും വലുതാണ് എന്ന് പറയുന്നത് ജാസ്മിനും മനസ്സിലാകുന്നില്ല. യു ഡോണ്ട് നോ ഹൗ മച്ച് ഐ ലവ് യു.
എന്ന് പറയുന്നതൊന്നും ജാസ്മിന് മനസ്സിലാവുന്നില്ല. പാവം കൊച്ച് ഇന്ന് രാവിലെ തൊട്ട് വീണ്ടും ഇത് ആവർത്തിക്കുന്നുണ്ട്. നിനക്ക് എന്താണ് പറ്റിയത്, നിന്റെ വിഷയം എന്താണെന്ന് പറ എന്നുള്ളത്. പിന്നെ ദേഷ്യം വരില്ലേ? ഇതിനകത്ത് നമ്മുടെ പ്രമോയില് ഇവളെ ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ പോകുന്നതൊക്കെ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇവൻ വന്ന് അല്ല ദേഷ്യപ്പെട്ട് പോകുന്നത് അവന്റെ ഒരു വിഷയം വെച്ച് ജാസ്മിൻ ഇപ്പോഴും അവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാവാത്ത മട്ടിൽ ഈ പറയുന്ന ഗബ്രിയുടെ ബാക്കിൽ നിർന്ന് നീ കാര്യം പറയാന്ന് പറയുമ്പോഴാണ് അവന് ദേഷ്യം വരുന്നത്. അവന് തുറന്ന് പറയാനും പറ്റുന്നില്ല. ആ സമയത്താണ് ഇവൾ ദേഷ്യപ്പെട്ട് പോവുകയും പിന്നെയാണ് ഇവൻ ചെന്ന് രാത്രി വന്ന് എനിക്ക് തന്നോട് പ്രണയമാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതാണ് ജാസ്മിൻ ഗബ്രി കോംബോയുടെ കേസ് പറയാനുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ജാൻമണിയുടെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു കോഴിക്കറി വെക്കുന്ന അടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണിയുടെ മേലിൽ അവർക്ക് പവർ ടീമിന് അധികാരം ചെലുത്താനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. ജാൻമണി ഒരു കാര്യം കോഴി കറി ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പോയി ഇവർക്ക് ക്യാപ്റ്റനെ ധിക്കരിച്ചുകൊണ്ട് പവർ ടീമിന് ചെയ്യാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോഴി ആടിയൊക്കെ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ആരൊക്കെ നോമിനേറ്റ് ആയിരുന്നു? 8 പേര് നോമിനേറ്റ് ആയിട്ടുണ്ട്. ജാസ്മിൻ, ഗബ്രി, യമുന, അൻഷിബ, നോറ, പിന്നെ ശ്രീധു, ഋഷി. പിന്നെ ഡയറക്റ്റ് നോമിനേഷൻ ആരാണ്? അപ്സര ആൽബി ഡയറക്റ്റ് നോമിനേഷൻ. അങ്ങനെ 8 പേര് നോമിനേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ തന്നെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കടി ഉണ്ടാകുന്നത് നോറയ്ക്കാണ്. നോറ എന്താ നോറ കരച്ചില് ബിഗ് ബോസിന്റെ അടുത്ത് ബിഗ് ബോസ് ബെൽസിലായെന്നറിയില്ല, ലൈക്ക് എനിക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു ലൈക്ക് ഒരു 900 വട്ടം പറയും. അങ്ങനെ ആരെങ്കിലും അവൾക്ക് ആരെ വേണേലും നോമിനേറ്റ് ചെയ്യാം. പക്ഷെ അവളെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് അങ്ങോട്ട് കുരു പൊട്ടും. ഇന്നിപ്പോ ജാൻമണിയുടെ കൂട്ടത്ത് കുരു പൊട്ടുന്നുണ്ട്. ഈ പറയുന്ന ബിഗ് ബോസിന്റെ അടുത്ത് പോയി കരഞ്ഞ് വിളിച്ച് പിന്നീട് കുരു പൊട്ടിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല, സ്വന്തം മോളെ പോലെ തലോടി വിടുന്നുണ്ട്. നീ നല്ലൊരു പ്ലെയർ ആണ് എന്നൊക്കെ പറഞ്ഞ് തലോടിയൊക്കെ വിടുന്നുണ്ട്. അതേപോലെയാണ് ഈ പറയുന്ന മുടിയനും ആരും അവനെ നോമിനേറ്റ് ചെയ്യുന്ന ഇഷ്ടമില്ല. ഇതൊക്കെ അറിഞ്ഞൂടാ എന്തിനാണ് ഇത് കളി എന്താണെന്ന് ഒരു തേങ്ങ എന്താണ് പിന്നെ അവർക്ക് നോമിനേറ്റ് ചെയ്യണ്ടേ? നിങ്ങളെയൊക്കെ എപ്പോഴും സേഫ് ആയിട്ട് അവിടെ ഇരുത്തണോ? എന്ത് തേങ്ങയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും നോമിനേഷനിൽ 8 പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ ആരൊക്കെ പോകുമെന്ന് ചോദിച്ചാൽ എനിക്ക് യമുന റാണിയോ ആരെങ്കിലും പോകാനാണ് ചാൻസ് കൂടുതൽ. യമുന റാണി പോകാനാണ് ഇതിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഗബ്രിയും ഈ പറയുന്ന ജാസ്മിനെയും അവർ ഒരിക്കലും പുറത്തു വിടാൻ ഉള്ള ഒരു സംഭവം കാണുന്നില്ല. പിന്നെ ഇനി വൈൽഡ് കാർഡിന്റെ കേസ് പറയുകയാണെങ്കിൽ വൈൽഡ് കാർഡ് ഈ ആഴ്ച കയറുന്നുണ്ട്. 4 തൊട്ട് 5 ചിലപ്പോൾ 6 പറയുന്നുണ്ട്. പല വൈൽഡ് കാർഡിലും കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇന്നും നാളെയൊന്നും കയറുന്നില്ല എന്നാണ് അറിയാം. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പറയുന്ന ശനിയാഴ്ച ഒത്തായിരിക്കും എല്ലാ വൈൽഡ് കാർഡിന്റെ ഒരു എൻട്രി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോ ഇനി നാളെയായിട്ട് കയറ്റി വിടുന്നു എന്നും അറിയത്തില്ല. ഞാൻ എന്തായാലും പ്ലസ് ഞാൻ കണ്ടില്ല. പ്ലസ് കണ്ടാലേ അങ്ങനെ എന്തെങ്കിലും നാളെ വൈൽഡ് കാർഡ് കയറുമോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഗബ്രി തന്റെ പ്രണയം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനി ജാസ്മിനും കൂടി തന്റെ ഉള്ളിലെ യഥാർത്ഥ പ്രണയം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരു പര്യവസാനം സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.